നിങ്ങൾക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കും ഒരു പേപ്പർ കൂടി തരുമോ. അതിനു മാത്രം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെങ്ങനെ സത്യപ്പെടുത്തുന്നത് കാണാൻ കഴിയും. വഇൻ തഉദ്ദുഹു നിഅമതല്ലാഹി ലാ തുഹ്സുഹൂഹാ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തുകയെങ്കിൽ ലാ തുഹ്സുഹൂഹാ, നിങ്ങൾക്കത് എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമേയല്ല. അള്ളാഹു പറയാൻ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നമ്മൾ ഇരുന്നൊന്ന് ആലോചിക്കാനും എണ്ണി തിട്ടപ്പെടുത്താനും ശ്രമിച്ചാൽ കഴിയൂല. അതിനു മാത്രം അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തന്നിട്ടുണ്ട് എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിനെ ഈ ഒരു ആയത്തുമായിട്ട് കണക്ട് ചെയ്തു പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ആ മനുഷ്യന്റെ പ്രത്യേകതകൾ 3 എണ്ണി പറയുന്നു. അതിലൊന്നാമത് പറയുന്നത്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബി. ഒരാൾ അവന്റെ വിരിപ്പിൽ നിന്ന് നിർഭയനായി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നവൻ. രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ അവസ്ഥ, നമ്മളൊക്കെ ഒന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റവരാണല്ലോ. ആ അവസ്ഥയെ പറ്റി ആലോചിച്ചു നോക്കൂ. നിർഭയരായിട്ടാണോ എഴുന്നേറ്റത്? അതല്ല എന്തോ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിലാണോ, വല്ല പേടിയോടുകൂടിയാണോ ഞാൻ ഇന്ന് എഴുന്നേറ്റതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പേടി നമുക്ക് ഉണ്ടാവില്ല. അലാറം അടിച്ചപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വന്നു, അല്ലെങ്കിൽ സ്വമേധയാ നമ്മൾ എഴുന്നേറ്റു. മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളവരൊക്കെ ഉണ്ടാവും. എന്നാലും ഇന്ന് ഞാൻ തിരൂരിലേക്ക് പോയാൽ, ഇന്ന് ഞാൻ വൈലത്തൂരിലേക്ക് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ഞാൻ കോട്ടക്കലേക്ക് പോയാൽ, എൻ്റെ മക്കൾ അങ്ങനെ പഠിക്കാൻ പോയാൽ അവരിന്ന് തിരിച്ചു വരാതിരിക്കുമോ? വല്ല ബോംബും വന്ന് അവരെ വിഴുങ്ങിക്കളയുമോ? വല്ല തോക്കിന്റെ കാഞ്ചിയിൽ ആ പോയിന്റിൽ വെച്ച് എൻ്റെ ഭർത്താവിനെ വല്ലവരും കാച്ചിക്കളയുമോ? ഈ പേടിയൊന്നും ഇന്ന് നമുക്കില്ല. നിർഭയരായി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു നമ്മൾ. ആ മനുഷ്യന്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകതയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മുആഫൻ ഫീ ജസദി, അവന്റെ ശരീരത്തിന് ആഫിയത്തുണ്ട്. ശരീരം ഇടങ്ങറൊക്കെ ഉണ്ട്. ഇരുന്ന ഊരവേദനയാണ്, നിന്ന് നിസ്കരിക്കാൻ കഴിയണില്ല, നടന്ന മുട്ടുവേദനയാണ്, സ്റ്റെപ്പ് കയറാൻ കഴിയണില്ല, അതൊക്കെ ശരി. എന്നാലും മഹല്ലിൽ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കസേരയിൽ വന്നിരിക്കാനുള്ള തോക്കത്ത് റബ്ബ് തന്നു. ഉറക്കിൽ നിന്ന് രാവിലെ എണീറ്റാൽ എന്നെ ഒന്ന് ടോയ്ലറ്റിലേക്ക് കൊണ്ടുപോകൂ എന്ന് വേറെ ആരോടും പറയാതെ സ്വന്തം നിലക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നൽകി. ആഫിയത്തുണ്ട്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇൻദഹു ഖൂതു യൗമി, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം അവന്റെ പക്കലുണ്ടെങ്കിൽ, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം എന്ന് പറഞ്ഞേ, ഇവിടെ ഇരുന്നിട്ടുണ്ട് ആലോചിച്ചു. നമ്മളെ സ്റ്റോർ റൂമുകൾ ചിന്ത കൊണ്ടുപോയിക്കോളെ. ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ഒരാളെ പക്കലുണ്ടെങ്കിൽ, നമ്മളൊക്കെ സ്റ്റോർ റൂമിൽ എത്ര ആഴ്ചത്തേക്കുള്ള അരിയാ. നമ്മുടെ ഫ്രിഡ്ജിൽ മാത്രം തുറന്നു നോക്കിയാൽ ചിലപ്പോ വേറെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഒരു 3-4 ദിവസം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അതിലുണ്ടാകും. ഇങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായാൽ, നിർഭയനായി ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നു, ശരീരത്തിന് ആഫിയത്തുണ്ട്, ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക അവന്റെ അടുക്കൽ ഉണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തെന്നറിയോ? ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ, ദുനിയാവ് മുഴുവൻ കിട്ടിയവനെ പോലെയാണവൻ. ദുനിയാവ് മുഴുവൻ കിട്ടി, ദുനിയാവ് മുഴുവൻ കിട്ടി. ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക ഉണ്ടെങ്കിൽ അതുമില്ലാത്ത ആളുകൾ ഉണ്ട് എന്നാണ് നമ്മൾ കാണാറുണ്ട്. ഫിലിസ്തീനിന്റെ ചില കാഴ്ചകളൊക്കെ നമ്മുടെ ഫോണിലും വാട്സപ്പിലും സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഞാൻ ആ കാഴ്ചകളിലേക്ക് പോവുകയല്ല. നമ്മൾ പല വ്യത്യസ്ത രൂപത്തിലെ കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നീണ്ട ക്യൂ നിൽക്കുന്ന പിഞ്ചോമന പൈതങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭക്ഷണമില്ലാതെ പിടഞ്ഞു മരിക്കുന്ന മനുഷ്യരുണ്ട്, പിഞ്ചു കുട്ടികളുണ്ട് എന്നാണ്. ഇവിടെയാണ് പടച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ അനുഗ്രഹങ്ങളാ തന്നെ. ഇന്ന് നമ്മൾ ഈ പ്രോഗ്രാമിന് വരുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടാവുക, ഞാൻ ഏത് ചെരുപ്പിട്ടിട്ട് വരുന്നതാണ്, ഏത് ചെരുപ്പ് ഞാനിടും, ഏത് ഷൂസ് ഞാനിടും, ഏത് കളറ് ഷാള് ഞാൻ ചുറ്റുമെന്ന കൺഫ്യൂഷൻ ഉണ്ടായവരുണ്ടാവും. പള്ളിക്ക് പോയപ്പോൾ ഇന്നതാ ചുറ്റിയത്, അവന് പ്രോഗ്രാമിന് പോകുമ്പോൾ അത് വേണ്ട. ഏത് തുണി ഞാൻ എടുക്കുമെന്ന് ആലോചിക്കുന്നവരുണ്ട്. നമുക്കൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ഒരു 10-30 കൊല്ലത്തെ മുമ്പത്തെ അവസ്ഥ എടുത്തു നോക്കിയാൽ ഇന്ന് വലിയ വലിയ സൗകര്യങ്ങൾ ഉണ്ടായി, വലിയ സാഹചര്യങ്ങൾ ഉണ്ടായി. കൺചിമ്മി തുറക്കുന്നതിനിടയിൽ ടെക്നോളജികൾ മാറിക്കഴിഞ്ഞു അല്ലേ? പണ്ടൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ പോവാന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്കൊക്കെ അറിയാം,
പിന്നെ ഇങ്ങോട്ട് വരുമോന്ന് അറിയില്ല. എല്ലാം തീർത്തിട്ടാ പോവാ. അന്നുള്ളതാണ് എല്ലാരെയും കണ്ട് പറഞ്ഞു പോവുക. ഇന്നിപ്പോ ജസ്റ്റ് ഒരു ഫാമിലി ഗ്രൂപ്പിൽ ഒരു വോയിസ് അയച്ചാൽ മതി. ആലോചിച്ച് നോക്കൂ, അന്ന് ഹജ്ജിന് പോയാൽ തിരിച്ചു വരുമെന്ന് പോലും അറിയില്ല. ഇന്ന് ഈ ഹജ്ജിന് പോയ ആള് ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയാലും നമ്മൾ ചിലപ്പോൾ വീട്ടിലെത്തൂല. ഞങ്ങളെ നാടിനൊക്കെ വെച്ച് കമ്പയർ ചെയ്താൽ ആ ഗട്ടറൊക്കെ ചാടി ദൂരൊക്കെ ചാടി വീട്ടിലെത്തുന്നതിന് മുമ്പ് അയാൾ അവിടെ ജിദ്ദയിൽ ഇറങ്ങിയിട്ടുണ്ടാവും. അവിടെ വല്യപ്പാന്റെ വാട്സപ്പിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാവും. സംവിധാനങ്ങളും സൗകര്യങ്ങളും മാറി. നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായി. ഞൊടിയിടയിൽ വാർത്തകൾ എത്തിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായി. ഒരുപാട് സൗകര്യങ്ങൾ എന്തൊക്കെയാണ് എടുത്തു നോക്കൂ. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സംവിധാനങ്ങളും ഭൗതിക സുഖ സൗകര്യങ്ങളും ഉണ്ട്. നമ്മുടെ പള്ളികളൊക്കെ എന്തൊക്കെ ഹൈറിലുള്ള ഓരോ പള്ളിയൊക്കെ എടുത്തു നോക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഈ രൂപത്തിൽ ഭൗതിക സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചു, ശരി. പക്ഷെ നമുക്ക് ചിലതൊക്കെ നഷ്ടമായി. നമുക്ക് ചിലതൊക്കെ നഷ്ടപ്പെട്ടു. സുഖങ്ങൾ കൂടി, സൗകര്യങ്ങൾ ഉണ്ടായി, സംവിധാനങ്ങളെല്ലാം നമുക്ക് അനുകൂലമായി വന്നു. നമുക്ക് ചിലത് നഷ്ടപ്പെട്ടു. അതിലാണ് കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു. കുടുംബത്തിലെ ഒത്തൊരുമകൾ ഇല്ലാതെയായി. ഒന്നിച്ചിരിക്കാൻ കഴിയാതെയായി. ഒന്നും രണ്ടും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ടായി. ഉമ്മയോട് കയർത്ത് സംസാരിക്കുന്ന മക്കളുണ്ടായി. ഭർത്താവിനെ ധിക്കരിക്കുന്ന ഭാര്യമാര് വർദ്ധിച്ചു. ഡൈവോഴ്സ് കഴിയാന്ന് പറഞ്ഞാൽ അത് അലങ്കാരമായി കൊണ്ട് നടക്കുകയും അതിനുവേണ്ടി ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയും യാത്രകൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ നമ്മുടെ നാടുകളിൽ ഉണ്ടായി എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സമാധാനം എവിടെയോ പോയി. പനിയാണ്, അസുഖം മാറുന്നില്ല, തലവേദന മാറുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയാലേ ഒന്നാമത്തെ തവണ ചിലപ്പോൾ പാരസിറ്റാമോളും ബാക്കിയുള്ളതൊക്കെ എഴുതി തരും. ഒരു മൂന്നാമത്തെ തവണ പോയാൽ ഡോക്ടർ എന്താ ചോദിക്കരുോ? ടെൻഷൻ ഉണ്ടോന്നാ ചോദിക്കുക. ടെൻഷൻ ഉണ്ടോന്നാണ്. ചില ചിന്തകൾ, ചില മാനസിക പ്രയാസങ്ങൾ ശരീരത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നാണ്. എന്നാലോ എല്ലാ സൗകര്യം ഉണ്ട്. ഈ ടെൻഷനാന്ന് പറഞ്ഞു പോയ കാക്കാന്റെ വീട്ടില് കാർ പോർച്ചില് ഒരു ബൈക്കും കാറും നിർത്തിടാനും സൈഡിൽ വേറൊരു കാറ് കൊണ്ടുവന്നിടാനുള്ള സൗകര്യം വരുന്നുണ്ട്. ഒരു നിലക്കൊരു പ്രയാസമല്ല. പക്ഷേ മാനസിക പ്രയാസങ്ങളുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയുന്നതാണ്? എന്തുകൊണ്ട് കേരളക്കരയിലെ 2000-ലധികം വരുന്ന ശാഖകളിൽ പവിത്രമാണ് കുടുംബം, പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന തലക്കെട്ടിൽ ഇതേപോലെ ഒന്നിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? മറ്റൊരു നേട്ടവും പ്രതീക്ഷിക്കാനില്ല. കുടുംബത്തിൽ ഒത്തൊരുമകൾ ചോർന്നു പോകുന്നു. അതിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നത് കൃത്യമായ പഠന വിധേയമാക്കി തയ്യാറാക്കിയ ശീർഷകമാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു 4-5 കാര്യങ്ങളിലൂടെ, പോയിന്റുകളിലൂടെ ഇങ്ങനെ കടന്നു പോകും. നമ്മുടെ കുടുംബത്തിലേക്ക് എങ്ങനെ സമാധാനം കൊണ്ടുവരാം. അതിലൊന്നാമത്തെ പോയിന്റ് എന്തറിയോ? വീട്ടില് സമാധാനം ഉണ്ടാകണമെങ്കിൽ എൻ്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ ഹലാല് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഹറാമായതൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവരുതേ. അത് എൻ്റെ വീടിന്റെ നിർമ്മാണത്തിന് ഞാൻ ഉപയോഗിച്ച പണമാണെങ്കിലും, എൻ്റെ വാഹനം വാങ്ങാൻ ഞാൻ സ്വീകരിച്ച മാർഗമാണെങ്കിലും, എൻ്റെ മക്കൾക്ക് ഞാൻ കൊണ്ടുകൊടുക്കുന്ന വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ സ്രോതസ്സാണെങ്കിലും, ഞാൻ അവർക്ക് വേണ്ടി ധരിക്കുന്ന, അവരെ കുടിപ്പിക്കുന്ന, അവരെ ഉടുപ്പിക്കുന്ന ഏതൊക്കെ മാർഗങ്ങൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ടോ അതിൽ ഹറാമ് കലർന്നാൽ ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല. ഒരു സംശയവുമില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തിക വിശുദ്ധി ഇല്ല, നഷ്ടപ്പെട്ടു എന്നാണ്. സാമ്പത്തിക വിശുദ്ധി ചോർന്നു പോകുന്നു എന്നാണ്. 10 റുപ്യ കൊടുത്താൽ 20 റുപ്യ കിട്ടും എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉണ്ടാകും. ഉമ്മത്തീങ്ങളുണ്ട് മുന്നിൽ. പകുതി വിലക്ക് സ്കൂട്ടർ കിട്ടും. അത് ആ തട്ടിപ്പിൽ പെട്ട ആളുകളെ ലിസ്റ്റ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമ്മളെ ആളുകളുടെ പേര് മുന്നിലുണ്ടാകും. സാമ്പത്തിക വിശുദ്ധി ചോർന്നുപോയി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്കിടയിലേക്ക് ആളുകൾക്കിടയിലേക്ക് ഒരു കാലഘട്ടം വരാനുണ്ട്. ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? ലാ യുബാലിയൽ മർഉ മാ അഖദ മിൻ, അവൻ എവിടെ നിന്ന് സമ്പാദിക്കുന്നുവെന്ന് പരിഗണിക്കാത്ത ഒരു കാലഘട്ടം വരാനുണ്ട്. അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹറാമിൽ നിന്നാണോ ഞാൻ സമ്പാദിക്കുന്നതെന്ന് പരിഗണിക്കാത്ത, അതല്ല ഹലാലിൽ നിന്നാണോ ഞാൻ സമ്പാദിക്കുന്നതെന്ന് ഉറപ്പുവരുത്താത്ത ഒരു കാലഘട്ടം ആളുകൾക്കിടയിലേക്ക് കടന്നു വരാനുണ്ട്. ആ കാലഘട്ടം എത്തിയിട്ടില്ലേ എന്ന് തോന്നിപ്പോകാൻ. അതിനിപ്പോൾ ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടിയില്ല, ആരെ വഞ്ചിച്ചിട്ടായാലും വേണ്ടിയില്ല, എന്തൊക്കെ ചെയ്താലും വേണ്ടിയില്ല, എൻ്റെ പോക്കറ്റ് വീർപ്പിച്ചാൽ മതി എന്ന ചിന്ത
ആളുകൾക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ കുടുംബങ്ങൾക്കിടയിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ, എൻ്റെ വീട് വെച്ചത് പലിശക്ക് എൻ്റെ ഭാര്യയുടെ പണ്ടം പണയം വെച്ചിട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ ലോൺ എടുത്തിട്ടാണ് എങ്കിൽ, അങ്ങനെ വഞ്ചിച്ചിട്ടാണ് എങ്കിൽ, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും കൊള്ളലാഭവും നടത്തി മറ്റൊരാളുടെ അന്യന്റെ 1 രൂപ പോക്കറ്റിലിട്ടിട്ടാണെങ്കിലും ശരി, വർഷങ്ങളോളം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് ഞാൻ സമ്പാദിച്ചതിൽ 1 റിയാൽ അത് അന്യന്റെ മുതലുണ്ടെങ്കിൽ, അനധികൃതമായുണ്ടെങ്കിൽ, അത് നമ്മുടെ വീടിന്റെ മണൽച്ചരികളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ആ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവരെ സമാധാനം ഉണ്ടാവൂല. ഇല്ല. ആർക്കാ പലിശന്റെ ഇടപാടൊക്കെ ഒന്നും ഇല്ലാത്ത? ഇവിടെ ഇരുന്ന് ആലോചിച്ചു. പലിശന്റെ ഇടപാടില്ലാത്തവരാരാ? ബാങ്കില് ലോൺ എടുക്കാത്തോലും പണ്ടം കൊണ്ടേ പണയം വെക്കാത്തോലൊക്കെ ആരാ? നമുക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങൾ ഉണ്ടാവും. അത് ഇന്ന ആളെങ്ങനല്ലേ, ഇന്ന ആൾ അവിടെ അല്ലേ, അയാൾ ലോൺ എടുത്തിട്ടല്ലേ, ഇയാള് ആ സ്ഥലം വാങ്ങിയത് അങ്ങനല്ലേ, കുട്ടീനെ സ്കൂളിൽ കയറ്റിയത് പണ്ടം പണയം വെച്ചിട്ടല്ലേ എന്നൊക്കെ പറയാൻ നമുക്ക് ന്യായങ്ങൾ ഉണ്ടാവും. പക്ഷേ വലിയ ഗൗരവത്തോടുകൂടി ഇസ്ലാം സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു താബിഈകളായ ചില ആളുകൾ ഇങ്ങനെ അവരോട് പറഞ്ഞ ചില വാക്യങ്ങളുണ്ട്. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവർ. ഈ സ്വഹാബാക്കളെ കണ്ടു വളർന്നവരാണ് താബിഈകൾ. ഈ താബിഈകളായ ആളുകളോട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ചില വാചകങ്ങളുണ്ട്. ഇന്നക്കും ലതഅമലൂന അഅമാല, നിങ്ങളൊക്കെ ചില പ്രവർത്തനങ്ങൾ, നിങ്ങളൊക്കെ ചില കർമ്മങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. ഹിയ അദഖു ഫീ അഅയുനികും മിനശ്ശഗ്രി, നിങ്ങളുടെ കണ്ണുകളിൽ അത് മുടിനാര് പോലെ നിസാരമാണ്. അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമല്ല. അതൊക്കെ ഒരു മുടിനാമ്പ് പോലെ നിങ്ങൾ നിസാരമായി കാണുന്ന പ്രവർത്തനങ്ങളാണ്. ഇൻ കുന്നാ ലനഉദ്ദുഹാ അലാ അഹ്ദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, ഞങ്ങളൊക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു